നമ്മൾ ഈ വീഡിയോയിലൂടെ ലക്ഷ്യമിടുന്നത് ഒരു ഫൈനൈറ്റ് എലമെന്റ് അനാലിസിസ് സോഫ്റ്റ്വെയർ എങ്ങനെ ഒരു സാധാരണ വിദ്യാർത്ഥിക്ക് അവരുടെ പ്രോജക്റ്റ് പർപ്പസിനായാലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അക്കാഡമിക് കാര്യങ്ങൾക്കായാലും എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും എന്നതിനെ പറ്റി ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്യൂട്ടോറിയലാണ്. ഒരു ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആകെ അറിയാവുന്ന രണ്ട് വേർഡ്സാണ് ഡിസൈനും അനാലിസിസും എന്നുള്ളത്. ഇതിൽ നിന്നും എന്താണ് റിസൾട്ട് കിട്ടുന്നത്, അല്ലെങ്കിൽ എന്താണ് റിസൾട്ടായി എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത് എന്നൊരു ഐഡിയ കാണത്തില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ടെക്നിക്കൽ ടേംസ് പരമാവധി ഒഴിവാക്കിക്കൊണ്ട് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഒരു അവയർനെസ് തരികയാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ജനറൽ ഐഡിയ ലഭിക്കുന്നതിനായിട്ട് നമ്മൾ ആദ്യം ഒരു കൺവെൻഷണൽ എഞ്ചിനീയറിംഗ് കാലഘട്ടത്തിൽ നിന്നും ഒരു മോഡേൺ ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഉണ്ടായ ടെക്നോളജിയുടെ മാറ്റത്തെ പറ്റി അറിഞ്ഞിരിക്കാം. മുൻകാലങ്ങളിലൊക്കെ നമുക്കൊരു കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ അത് ചെയ്യാറുള്ള മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഡൈമെൻഷനിൽ ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി അത് നമ്മൾ എന്ത് ആക്ടിവിറ്റിയാണോ ആ ഒരു പ്രോട്ടോടൈപ്പിൽ പെർഫോം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതൊരു റിയൽ എൻവയോൺമെൻറ്റിൽ വെച്ച് ചെയ്തു നോക്കും. അതിനുശേഷം ആ പാരാമീറ്ററിലുണ്ടായ മാറ്റത്തെ പറ്റി പഠിച്ച ശേഷം നമ്മൾ ഉദ്ദേശിച്ച വർക്കിന് ഈ ഡിസൈൻ സ്യൂട്ടബിൾ ആണോ എന്ന് മനസ്സിലാക്കും. അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച റിസൾട്ട് തന്നെയാണോ കിട്ടുന്നതെന്ന് പരിശോധിക്കുക. ഇനി ചില കണ്ടീഷനിൽ നമുക്ക് കിട്ടേണ്ടത് നമ്മുടെ ഡിസൈനും നമ്മൾ അപ്ലൈ ചെയ്ത ബൗണ്ടറി കണ്ടീഷനും കൊടുത്താൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും എന്നതിനെ പറ്റിയായിരിക്കും അറിയേണ്ടത്. അതായത് വ്യത്യസ്തമായ എയിമുകളാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഓരോ എക്സ്പെരിമെൻറ്റിലും നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത് എന്നൊരു ധാരണ നമുക്ക് വേണം. എക്സാമ്പിളായി പറയാം, ഒരു തവണ നമ്മളൊരു ഡിസൈൻ ചെയ്യുന്നു, ആ ഡിസൈൻ നമ്മൾ ഉദ്ദേശിക്കുന്ന പാരാമീറ്റേഴ്സ് ഒബ്റ്റെയിൻ ചെയ്തില്ല. അങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഡിസൈൻ റീഡിസൈൻ ചെയ്യും. അപ്പോൾ റീഡിസൈൻ ചെയ്ത് പിന്നെയും നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കും, അപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന പാരാമീറ്റേഴ്സ് അച്ചീവ് ചെയ്തില്ല. അങ്ങനെ തന്നെ പിന്നെ റീഡിസൈൻ ചെയ്യും. നമ്മൾ ഈ ഓരോ റീഡിസൈൻ ചെയ്യുമ്പോഴും ഇതിൻ്റെ കോസ്റ്റ് ഡബിൾ ആയിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു ഫാക്ടറാണ് കാലതാമസം. ഇപ്പം പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടി കൂടുതൽ കാലതാമസം വേണ്ടി വരും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി ഒരു സിമ്പിളായ ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് പരിചയപ്പെടാം. ഇപ്പം യാതൊരു മുൻധാരണയുമില്ലാതെ ഒരു റോക്കറ്റ് വിക്ഷേപണം നടത്തി അത് പരാജയപ്പെട്ടാൽ ഉണ്ടാവുന്ന ഭീമമായ നഷ്ടത്തെപ്പറ്റി നിങ്ങൾക്കൊന്ന് ചിന്തിക്കാമോ? അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കാണുന്ന എല്ലാ എഞ്ചിനീയറിംഗ് നിർമ്മിതികൾക്കും ഈ ഒരു പ്രശ്നമുണ്ട്. ഈ അവസരത്തിലാണ് ഡിസൈൻ ആൻഡ് അനാലിസിസ് സോഫ്റ്റ്വെയറുകളുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. സിമ്പിളായി പറഞ്ഞാൽ മേൽപ്പറഞ്ഞ റിയൽ എൻവയോൺമെൻറ്റിൽ ചെയ്ത കാര്യങ്ങളെല്ലാം ഒരു കമ്പ്യൂട്ടർ സഹായത്തോടെ സിമുലേഷനായി ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് ആവശ്യമായ വിവരങ്ങൾ കമ്പ്യൂട്ടറിൽ നിന്ന് ശേഖരിക്കുന്നു. ഇനി റിയലായി ചെയ്തു കഴിഞ്ഞാലും സിമുലേഷനിൽ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഏകദേശം സമാനമായിരിക്കും. കൂടാതെ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി നമുക്ക് ഭീമമായ കാശ് നഷ്ടമാകുന്നില്ല, കൂടാതെ സമയ ലാഭവും കിട്ടും. ഇനി നമുക്ക് അനാലിസിസ് ചെയ്യുന്ന സ്റ്റെപ്പുകളെ പറ്റി നോക്കാം. ഇപ്പോൾ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനെ പൂർണ്ണമായും പറയുന്നത് ഫൈനൈറ്റ് എലമെന്റ് അനാലിസിസ് എന്നാണ്. അപ്പോൾ അതൊന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, ആദ്യം നമുക്ക് അനാലിസിസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മോഡലിൻ്റെ ഒരു കമ്പ്യൂട്ടർ 3D ഡിസൈനാണ് വേണ്ടത്. അപ്പോൾ അതിപ്പോൾ ഒരു വീടിൻ്റെ ഡിസൈൻ ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യന്ത്രഭാഗമാകാം, അല്ലെങ്കിൽ ഒരു കോൺക്രീറ്റ് ഭാഗമാകാം, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് കമ്പോണൻ്റ് ആവാം. അങ്ങനെ സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ് തുടങ്ങി എല്ലാ മേഖലയിലും അനാലിസിസ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഒരു ഡിസൈനിങ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഒരു ഡിസൈൻ മോഡൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഉദാഹരണമായി സോളിഡ് വർക്ക്സ്, ക്രിയോ, കാറ്റിയ തുടങ്ങിയ ഡിസൈനിങ് സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടെ നമുക്ക് ചെയ്യാം. ഇതെല്ലാം സ്റ്റുഡൻറ്റ് വെർഷൻ അവൈലബിൾ ആണ്. ഇതൊക്കെ ഫ്രീ ആണ്. നമ്മുടെ പ്രോജക്റ്റ് പർപ്പസിനായിട്ടൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതുമാണ്. മോഡൽ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ മോഡലിനെ ഒരു ഫൈനൈറ്റ് എലമെന്റ് അനാലിസിസ് സോഫ്റ്റ്വെയറിലോട്ട് ഇമ്പോർട്ട് ചെയ്യുക എന്നതാണ്. അതിനുശേഷം ആ മോഡലിൽ നമ്മൾ റിയൽ എൻവയോൺമെൻറ്റിൽ എന്തൊക്കെ ബൗണ്ടറി കണ്ടീഷൻസ് ആണോ കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത് അതേ ബൗണ്ടറി കണ്ടീഷൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യും? ഈ അനാലിസിസ് സോഫ്റ്റ്വെയറിൽ കമ്പ്യൂട്ടറിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിസൾട്ട് എടുക്കും. ഇത്രയാണ് നമ്മൾ അനാലിസിസ് സോഫ്റ്റ്വെയറുകളിൽ ചെയ്യുന്നത്. അതായത് ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര സിമ്പിളാണ്. ഇനി നമ്മൾ അനാലിസിസ് സോഫ്റ്റ്വെയറുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ആ സോഫ്റ്റ്വെയറിനകത്തും നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും.
ഇപ്പം ചെറിയ പാർട്ടുകളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഡിസൈൻ ചെയ്യാം. നമ്മുടെ പ്രോജക്റ്റ് പർപ്പസിനൊക്കെ ആയിട്ടുള്ള മെജോറിറ്റി പാർട്ടുകളും അതിൽ തന്നെ ഡിസൈൻ ചെയ്യാൻ പറ്റുന്നതാണ്. അതിൻ്റെ ആവശ്യമേ നമുക്കുള്ളൂ. ഇപ്പം വലിയ വലിയ പാർട്ടുകളൊക്കെ ആണെങ്കിലാണ് നമ്മൾ സെപ്പറേറ്റ് 3D സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കേണ്ടി വരുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത് ഒരു സോഫ്റ്റ്വെയറിനെ പറ്റി ഏകദേശം ഒരു ഐഡിയ ആണ്, എന്താണ് നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പോൾ ഈ മനസ്സിലാക്കിയിരുന്നതിൻ്റെ ബേസിലായിരിക്കണം ഇനി നമുക്ക് മുമ്പോട്ട് പോവേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഈ വീഡിയോയെ പറ്റി എന്തെങ്കിലും ഡൗട്ടോ അഭിപ്രായമോ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. ഞങ്ങൾ കഴിവിൻ്റെ പരമാവധി റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത ഒരു പാർട്ടുമായിട്ട് വരുന്നത് വരെ